സൂക്ഷിച്ച വ്യക്തികളുമായി കേരള ഫയർ വർക്കേഴ്സ് ഡീലേഴ്സ് അസോസിയേഷന് ബന്ധമില്ലെന്ന് സംസ്ഥാന ട്രഷറർ വി ഉണ്ണികൃഷ്ണൻ. ഓൺലൈനായും അല്ലാതെയും അനധികൃതമായി പടക്ക കച്ചവടം ചെയ്യുന്നവർക്കെതിരെ നടപടി വേണമെന്നതാണ് സംഘടനയുടെ ആവശ്യം. അനധികൃത പടക്ക കച്ചവടത്തിന്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന പിടികൂടിയ സാഹചര്യത്തിൽ കാര്യക്ഷമമായ പരിശോധനയും നടപടിയും വേണമെന്നും വി ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവങ്ങൾ, പെരുന്നാള്, ന്യൂ ഇയർ, ക്രിസ്മസ് വേളകൾ ലക്ഷ്യം വെച്ചാണ് കേരളത്തിൽ അനധികൃതമായി പടക്കവും സ്ഫോടക വസ്തുക്കളും എത്തുന്നത്. ഓൺലൈൻ മൂലമുള്ള പടക്ക കച്ചവടവും വഴിയോര കച്ചവടവും സുപ്രീം കോടതി നിരോധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാവാത്തതിന് കാരണം ഉദ്യോഗസ്ഥരാണ്. GST അടയ്ക്കാത്ത അതിർത്തികൾ കടന്ന് അനധികൃതമായി കേരളത്തിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സ്വാധീനത്തിലാണ്. സുരക്ഷാ ക്രമീകരണമില്ലാതെ പടക്കം സൂക്ഷിക്കുന്നത് അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. അനധികൃതമായി പടക്കങ്ങൾ വിൽപ്പന നടത്തിയാലും അലക്ഷ്യമായി സൂക്ഷിച്ച പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചാലും ബലിയാടാവുന്നത് നിയമപരമായി കച്ചവടം ചെയ്യുന്നവരാണ്. കേരളത്തിൽ വ്യാപക പരിശോധന നടത്തി അനധികൃത പടക്ക കച്ചവടം ചെയ്യുന്നവരെയും സൂക്ഷിപ്പുകാരെയും പിടികൂടി നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും വി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. ട്രഷറർ CA ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി നസീർ A, പ്രസിഡന്റ് അനിൽ P വിൽസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത് NDA മറ്റുള്ള ലഹരി വിരുദ്ധ മരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളുടെ പക്കൽ നിന്നാണ് പിടിച്ചത്. അപ്പൊ ഞങ്ങളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ വ്യാപാരിക്ക് ഞങ്ങളുടെ സംഘടനയായിട്ട് ഒരു ബന്ധവുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങള് ഈ അനധികൃതമായിട്ട് പടക്കം വിൽക്കുന്നവരെ പിടികൂടണമെന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ ഇതിനു മുമ്പ് അധികാരികളുടെ മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓൺലൈൻ ബിസിനസ് വഴിയും മറ്റുള്ള പള്ളികളിലും അമ്പലങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ശുപാർശയിൽ നിന്ന് ലൈസൻസ് ഇല്ലാതെ അനധികൃതമായിട്ട് പടക്കങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ മറവിലാണ് ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ മരുന്നുകളും ഇവർ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഇത് ഈ വ്യാപാരിയായിട്ടും ഈ വ്യക്തിയായിട്ടും ഞങ്ങളുടെ ഫയർ ഡീലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.